അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് രണ്ടാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുസാനി ഫളലു തിലാവത്തിൽ ഖുർആനി വ ആദാബുഹു. ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മര്യാദകളും. പതിവായി ഖുർആൻ ഓതുന്നവരുടെ ഈമാൻ വർദ്ധിക്കും, ഹൃദയം പ്രകാശിക്കും, രോഗശമനമുണ്ടാകും, ഖിയാമത്ത് നാളിൽ ഗുണമായി സാക്ഷി നിൽക്കും. ആയതുകൊണ്ട് എല്ലാ ദിവസവും അല്പമെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം നമുക്കുണ്ടാവണം. സുബഹയ്ക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും അർദ്ധരാത്രി കഴിഞ്ഞും ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയമാകുന്നു. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖതം ചെയ്യണം, അതായത് ഓതി പൂർത്തിയാക്കണം. നല്ല വസ്ത്രം ധരിക്കുക, മിസ്വാക്ക് ചെയ്യുക, വുളു ഉണ്ടായിരിക്കുക, വൃത്തിയുള്ള സ്ഥലത്തായിരിക്കുക, ഖിബിലയ്ക്ക് അഭിമുഖമാവുക, ഭയഭക്തി ഉണ്ടാവുക, ഓതുന്നതിനിടയിൽ തമാശ പറയാതിരിക്കുക, ആദ്യം അഊദുവും ബിസ്മിയും ഓതുക, സാവകാശം ഓതുക, ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയുടെ പാട്ടുകൾ, നിഷിദ്ധ ശബ്ദങ്ങൾ മുതലായവ കേൾക്കാതിരിക്കുക, റഹ്മത്തിൻ്റെ ആയത്തിനെ ഓതിയാൽ റഹ്മത്തിനെ ചോദിക്കുക, അദാബിൻ്റെ ആയത്ത് ഓതിയാൽ കാവലിനെ തേടുക, സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ ഓതി നിർത്തിയാൽ ആമീൻ പറയുക, ഓതൽ നിർത്തിയാൽ സ്വദഖല്ലാഹുൽ അളീം എന്ന് പറയുക മുതലായവ ഖുർആൻ പാരായണ മര്യാദകളിൽ പെട്ടതാണ്. തംബീഹ്: ബറാഅത്ത് സൂറത്തിൽ ബിസ്മി ഓതാൻ പാടില്ല. ബറാഅത്ത് സൂറത്തിന് സൂറത്തു തൗബ എന്നും പേരുണ്ട്. ഈ പാഠഭാഗത്തിൽ എന്താണ് വിശദീകരിക്കുന്നത്? ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ നേട്ടങ്ങളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഖുർആൻ ഓതുന്നവർക്ക് ഓരോ അക്ഷരത്തിനും കുറഞ്ഞത് 10 നന്മകൾ വീതം എഴുതപ്പെടുമെന്നാണെന്ന്. ഈ നന്മ നേടിയെടുക്കാൻ നമ്മൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഖുർആൻ ഓതുമ്പോൾ അക്ഷരങ്ങൾ പുറപ്പെടേണ്ട സ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണോ ഉച്ചരിക്കപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതുകൂടാതെ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഖുർആൻ ഓതേണ്ടത്. മിസ്വാക്ക് ചെയ്യണം, വുളു ചെയ്യണം, വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വേണം ഖുർആൻ ഓതേണ്ടത്. അതുപോലെ തന്നെ ഓതുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല. അഊദും ബിസ്മിയും കൊണ്ട് തുടങ്ങണം. വെപ്രാളം പിടിച്ച് ഓതാതെ സാവകാശം ഓതണം. റേഡിയോ, TV പോലുള്ള നിഷിദ്ധമായ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക. അതുപോലെ തന്നെ റഹ്മത്തിൻ്റെ ആയത്തിനെ ഓതുമ്പോൾ റഹ്മത്തിനെ തേടുക, അദാബിൻ്റെ ആയത്തിനെ ഓതുമ്പോൾ കാവലിനെ തേടുക, സജദയുടെ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ ഓതി അവസാനിപ്പിക്കുമ്പോൾ ആമീൻ പറയുക, അതുപോലെ തന്നെ ഖുർആൻ ഓതി അവസാനിപ്പിക്കുമ്പോൾ സ്വദഖല്ലാഹുൽ അളീം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. ബറാഅത്ത് സൂറത്തിൽ നമ്മൾ ബിസ്മി ഓതാൻ പാടില്ല എന്ന്. ബറാഅത്ത് സൂറത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സൂറത്തു തൗബ എന്നാണ് ബറാഅത്ത് സൂറത്തിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. പതിവായി ഖുർആൻ ഓതുന്നവർക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? പതിവായി ഖുർആൻ ഓതുന്നവരുടെ ഈമാൻ വർദ്ധിക്കും, ഹൃദയം പ്രകാശിക്കും, രോഗശമനമുണ്ടാകും, ഖിയാമത്ത് നാളിൽ ഗുണമായി സാക്ഷി നിൽക്കും. 2. ഖുർആൻ ഓതാൻ ഉത്തമമായ സമയം ഏത്? സുബ്ഹയ്ക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും അർദ്ധരാത്രി കഴിഞ്ഞും ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയമാകുന്നു. 3. ഖുർആൻ പാരായണ മര്യാദകൾ എന്തെല്ലാം? നല്ല വസ്ത്രം ധരിക്കുക, മിസ്വാക്ക് ചെയ്യുക, വുളു ഉണ്ടായിരിക്കുക, വൃത്തിയുള്ള സ്ഥലത്തായിരിക്കുക, ഖിബിലയ്ക്ക് അഭിമുഖമാവുക, ഭയഭക്തി ഉണ്ടാവുക, ഓതുന്നതിനിടയിൽ തമാശ പറയാതിരിക്കുക, ആദ്യം അഊദുവും ബിസ്മിയും ഓതുക, സാവകാശം ഓതുക, ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക,
റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയുടെ പാട്ടുകൾ, നിഷിദ്ധ ശബ്ദങ്ങൾ മുതലായവ കേൾക്കാതിരിക്കുക. റഹ്മത്തിൻ്റെ ആയത്തോതിയാൽ റഹ്മത്തിനെ ചോദിക്കുക. അദാബിൻ്റെ ആയത്തോതിയാൽ കാവലിനെ തേടുക. സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ ഓതിത്തീർന്നാൽ ആമീൻ പറയുക. ഓതൽ നിർത്തിയാൽ സ്വദഖല്ലാഹുൽ അളീം എന്ന് പറയുക മുതലായവ ഖുർആൻ പാരായണ മര്യാദകളിൽ പെട്ടതാണ്. പൂരിപ്പിക്കുക. ഒരു കൊല്ലത്തിൽ ഡാഷ് പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം ചെയ്യണം. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തം ചെയ്യണം. പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.